അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ജഅ്ഫറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു നാൾ എൻ്റെ വാതിൽക്കൽ ഒരു യാചകൻ വന്നു. ഞാൻ ഭാര്യയോട് ചോദിച്ചു, അയാൾക്ക് കൊടുക്കാൻ വല്ലതുമുണ്ടോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, 4 മുട്ടയുണ്ട്, ഒന്ന് പൊട്ടിപ്പോയിരിക്കുന്നു, വേറെ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അതെങ്കിൽ അത് അയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ആ യാചകന് എടുത്തു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ ഒരു കൊട്ടയിൽ കുറച്ച് മുട്ട കൊടുത്തയച്ച് അത് ഇവരുടെ വീട്ടിൽ കിട്ടുകയാണ്. അപ്പം ജഅ്ഫർ ഖത്താബ് ചോദിച്ചു ഭാര്യയോട്, എത്ര മുട്ടയുണ്ട്? അവർ പറഞ്ഞു 30 എണ്ണം. അപ്പം ജഅ്ഫർ ഖത്താബ് പറഞ്ഞു, അത് നമുക്കുള്ളതല്ല, എന്ത് കണക്കാണിത്? 1ന് 10 എന്ന കണക്കിനാണെങ്കിൽ 40 കാണണ്ടേ? അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 40 എണ്ണം ഉണ്ട്, പക്ഷെ 10 എണ്ണം പൊട്ടിയതാണ്. അപ്പോൾ ശരി, കൊടുത്തതും ഒന്ന് പൊട്ടിയതായിരുന്നുവല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സമാധാനിച്ചു എന്നതാണ് ഒരു സംഭവം. നമ്മൾ ആർക്കെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്ത് ദാനം ചെയ്താലും അതിന് 1ന് 10 എന്ന രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് ഈ മഹാന്മാരുടെ ചെയ്തികളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഷെയ്ഖ് ശിബിലി തങ്ങൾ പറയുന്നു, ഞാനൊരിക്കൽ മലഞ്ചെരുവിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു യുവാവിനെ കണ്ടു. തലയാകെ ചപ്രത്തലയായി മാറിയിരിക്കുന്നു, മുടിയെല്ലാം പാറി തൂകുന്നു, മെലിഞ്ഞ ദേഹം, ഇളം പ്രായം, പൊടി പുരണ്ട വസ്ത്രങ്ങൾ. അദ്ദേഹം ഒരു മക്ബറയിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ആകാശത്തേക്ക് നോക്കി കൈകൊണ്ടും തലകൊണ്ടും ചില സംജ്ഞകൾ കാണിക്കുന്നു, ചിലപ്പോൾ പിറുപിറുക്കുന്നു, കരയുന്നു, കണ്ണീരൊഴുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദിക്റുകളും ഇസ്തിഗ്ഫാറും ചൊല്ലുന്നു. ദിക്റിൽ നിന്നൊഴിഞ്ഞ നേരമില്ല. ഞാനിതൊക്കെ കണ്ട് അദ്ദേഹത്തിൽ വലിയ കൗതുകം തോന്നി. കാണാൻ കൗതുകം തോന്നുന്നത് കൊണ്ട് തന്നെ അദ്ദേഹമായിട്ടൊന്ന് അടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചെന്ന ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം. ഞാനും പിന്തുടർന്നു, പക്ഷെ പരാജയപ്പെട്ടു. നിൽക്കൂ, നിന്നില്ല, നിൽക്കില്ലെന്ന് കൈകൊണ്ട് സൂചിപ്പിച്ചു. താങ്കളുടെ സത്യാവസ്ഥ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തൂ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഒരട്ടഹാസം. അതോടെ ബോധം കെട്ട് വീണു.
ഞാൻ അടുത്തു ചെന്ന് അനക്കി നോക്കി. അദ്ദേഹം മരിച്ചിരിക്കുന്നു. അത്ഭുതപ്പെട്ടു. ഞാൻ തരിച്ചു നിന്നു. സത്യാത്മാവാണ് അദ്ദേഹം എന്നെനിക്ക് ബോധ്യമാണ്. അള്ളാഹു തൻ്റെ അനുഗ്രഹം പ്രത്യേകം ചിലർക്ക് കൊടുക്കുന്നു. ഞാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലി. പിന്നെ മറവ് ചെയ്യാനുള്ള വക കണ്ടെത്താൻ വേണ്ടി ഞാൻ സ്ഥലം വിട്ടു. പിന്നെ തിരിച്ചു വന്ന് അതേ സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ മയ്യത്തില്ല. ഞാൻ അമ്പരന്നു. എവിടെ പോയി മയ്യത്ത്? ഉടനെ അവിടെ നിന്നൊരു വിളിയാളം കേട്ടു. താങ്കൾ അക്കാര്യമൊന്നും അന്വേഷിക്കേണ്ട, ഇബാദത്ത് ചെയ്തു കൊള്ളുക. മലക്കുകൾ അദ്ദേഹത്തെ വേണ്ടതൊക്കെ ചെയ്തു. താങ്കൾ ദാനം ചെയ്ത് വിജയം വരിക്കുക. ഇദ്ദേഹം നേടിയ പുണ്യം ദാനം കൊണ്ടാണ്. ഇദ്ദേഹം ആദ്യകാലത്ത് മഹാപാപിയും വ്യഭിചാരിയുമായിരുന്നു. പിന്നെ ഒരു ഭീകര സ്വപ്നം കണ്ടു. തൻ്റെ ഭാര്യ ഒരു സർപ്പമായി മാറി. വായിലൂടെ വിഷവും തീയുണ്ടകളും ഉതിർത്തു. കരിഞ്ഞു ചാമ്പലായിക്കൊണ്ടിരിക്കുമ്പോൾ ഞെട്ടി ഉണർന്നു. അതോടെ ഭയന്ന് വീട്ടിൽ നിന്നോടി ഇബാദത്തിൽ മുഴുകിയ മനുഷ്യനാണ് ഇയാൾ. 12-ാം കൊല്ലം ഒരു യാചകൻ വന്നു എന്തെങ്കിലും കൊടുക്കാൻ കേണു. ഉടുത്ത വസ്ത്രമല്ലാതെ ഒന്നുമില്ലായിരുന്നു. അതഴിച്ച് യാചകന് കൊടുത്തു. സന്തോഷത്തോടെ യാചകൻ ഇദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അള്ളാഹു അത് സ്വീകരിച്ചു. കഥ കേട്ട് ശിബിലി അമ്പരന്ന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വരുന്നു, യാചകന്റെ കൽബിൽ സന്തോഷം നിറയുമ്പോൾ അയാളുടെ പ്രാർത്ഥന നേടി സൗഭാഗ്യവാന്മാരാകുവിൻ. അതുപോലെ ഈ സഹാബികളും നമ്മുടെ മുൻഗാമികളും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തിയിരുന്നു, സന്തോഷം കണ്ടെത്തിയിരുന്നു. തങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് ഊട്ടുന്നതിനും അവരെ ദാനം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതിലും എത്രമാത്രം സന്തോഷിച്ചിരുന്നു എന്ന് നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാം. വിരുന്നൊരുക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിരുന്നുകാരനോടൊപ്പം അയാളുടെ ഭക്ഷണവും അവിടെ വരും. പോകുമ്പോൾ അയാളോടൊപ്പം ആതിഥേയന്റെ പാപങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുമെന്ന് ദൈലമിയുടെ ഹദീസിൽ പറയുന്നു. മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ സമ്മാനമായി വിരുന്നുകാരെ അവർക്ക് അയച്ചു കൊടുക്കും. അതിഥികൾ ചെന്നാൽ അവരുടെ അന്നവും ചെല്ലും. അതിഥികൾ പോകുമ്പോൾ ആ ആതിഥേയരുടെ പാപങ്ങളും അവരോടൊപ്പം ഇറങ്ങിപ്പോകും. മറ്റൊന്ന്, ആകാശത്തേക്ക് വേഗം കയറുന്ന ദാനം നല്ല ഭക്ഷണമുണ്ടാക്കി സഹോദരങ്ങളെ വിളിച്ച് സൽക്കരിക്കലാണ്. മറ്റൊന്ന്, മലക്കുകൾ നിങ്ങളിൽ ഓരോരുത്തരിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, നിങ്ങളുടെ സുപ്പറ അതിഥികളിൽ നിന്ന് മടക്കി വെക്കാത്ത കാലത്തോളം. മറ്റൊരു ഹദീസ്, തൻ്റെ സഹോദരൻ ഒരാൾ താൻ ആശിക്കുന്ന ഭക്ഷണം കൊടുത്താൽ അള്ളാഹു അയാളെ നരകത്തിന് ഹറാമാക്കും. മറ്റൊരു ഹദീസ്, ഒരാൾ തൻ്റെ അതിഥിക്ക് നല്ലതിനെ അറുത്ത് പാകം ചെയ്ത് കൊടുത്താൽ അത് അയാൾക്ക് നരകമോചനത്തിനുള്ള ബലിയാകും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരാൾ വന്നു തൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. നബി തൻ്റെ ഒരു ഭാര്യയുടെ അടുത്തേക്ക് ആളയച്ച് വല്ലതുമുണ്ടോ കഴിക്കാൻ എന്ന് ആരാഞ്ഞു, ഇയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അള്ളാഹു ആണ് ഇവിടെ പച്ച വെള്ളമേ ഉള്ളൂ എന്നായിരുന്നു മറുപടി. മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് അയച്ചപ്പോഴും ഇത് തന്നെ മറുപടി കിട്ടി. ഒടുവിൽ എല്ലാവരുടെ നിന്നും കിട്ടിയ മറുപടി വീട്ടിൽ പച്ചവെള്ളം അല്ലാതെ വേറൊന്നും ഇല്ല എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇദ്ദേഹത്തെ ഇന്ന് രാത്രി ആര് കൊണ്ടുപോയി സൽക്കരിക്കും? ഒരു അൻസാരി പറഞ്ഞു, എനിക്ക് തന്നേക്കോ, ഞാൻ കൊണ്ടുപോകാം. അദ്ദേഹം കൊണ്ടുപോയി. അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതാ ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നയച്ച അതിഥിയാണ്, സൽക്കരിച്ചോളൂ, ഇവിടെ വല്ലതുമുണ്ടോ? അപ്പം ഭാര്യ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ. ഈ നട്ടപ്പാതിരക്ക് ഞാൻ എന്ത് ചെയ്യാനാണ്? അവൾ കൈമലർത്തി. ഭർത്താവ് പറഞ്ഞു, സാരമില്ല, കുട്ടികളെ എങ്ങനെയെങ്കിലും ഉറക്ക്, ഉള്ള ഭക്ഷണം കൊണ്ടുവന്ന് വെക്ക്, പിന്നെ നീ വിളക്ക്
ഊതിക്കെടുത്തി കളയണം. എണ്ണ തീർന്നു പോയി എന്ന് പറഞ്ഞാൽ മതി. എന്തിനാ വിരുന്നുകാരനെ ഈ രൂപത്തിൽ സൽക്കരിക്കുന്നതെന്നറിയോ? ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഈ ഭക്ഷണം തികയില്ല. ഞാൻ തിന്നുന്നത് പോലെ അഭിനയിക്കാൻ വേണ്ടിയാണ് വിളക്കൂതുന്നത്. മുഴുവൻ അയാളെ കൊണ്ട് തീറ്റാം. അങ്ങനെ തന്നെ ചെയ്തു. അവരെല്ലാം പട്ടിണി കിടന്നു. അയാളെ ഊട്ടി. രാവിലെ സുബഹിക്ക് പള്ളിയിൽ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആ അൻസാരിയോട്, നിങ്ങളെപ്പറ്റി അള്ളാഹു പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഇതാ ഖുർആൻ വചനം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരതാ സ്വന്തത്തെക്കാൾ അന്യർക്ക് പ്രാധാന്യം നൽകുന്നു. അവർക്ക് തന്നെ അത്യാവശ്യമുണ്ടായിട്ട് പോലും. വയുതീമൂന ത്വആമ അലാ ഹുബ്ബിഹി എന്ന വചനം ഇറങ്ങാൻ കാരണമായി. ഷെയ്ഖ് അബൂ റബീഉൽ മാലിക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളൊരു പുണ്യവാളത്തിയെക്കുറിച്ച് കേട്ടു. വാസ്തവത്തിൽ സ്ത്രീകളെ സന്ദർശിക്കുക എന്നത് ഞങ്ങളുടെ ചര്യയല്ല. ഈ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണാൻ ആഗ്രഹിച്ച് ചെന്നു. ഫില്ലത്ത് എന്നാണ് അവളെ വിളിക്കുന്നത്. അവൾക്കൊരാടുണ്ട്. ആ ആട് പാലും തേനും ചുരത്തുന്നു. ഞങ്ങളൊരു പുത്തൻ ചട്ടി വാങ്ങി. അതിലൊന്നും അതുവരെ ആക്കിയിട്ടില്ല. അവളുടെ വീട്ടിൽ ചെന്ന് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, നിന്റെ ആടിൻ്റെ അത്ഭുതം കാണാൻ വന്നതാണ് ഞങ്ങൾ. ബർക്കത്ത് നേടാൻ ആഗ്രഹിക്കുന്നു. അവൾ സമ്മതം തന്നപ്പോൾ ഞങ്ങൾ ആ ചട്ടിയിൽ ആടിനെ കറന്നു. പാലും തേനും ചട്ടിയിൽ നിറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഇതിനെ എവിടുന്ന് കിട്ടി? അവൾ പറഞ്ഞു, ഞങ്ങൾ പരിമദരിദ്രരായിരുന്നു. ഇതൊരു മുത്തിയാടും. പെരുന്നാൾ വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമുക്ക് ഇതിനെ ബലിയറുക്കാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, നാം സാധുക്കളായതുകൊണ്ട് നമുക്ക് ഇളവുണ്ട്, ഇതിനെ അറുക്കണ്ട, നമുക്ക് വേറെ തന്നെ ആവശ്യം വരും. അന്ന് ഞങ്ങൾക്കൊരു വിരുന്നുകാരൻ വന്നു. സൽക്കരിക്കാൻ അരക്കാശ് കയ്യിലില്ല. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഇതിനെ നമുക്ക് അറുക്കാം. അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ നിലവിളിക്കും, വേണ്ട. ഞാൻ പറഞ്ഞു, കുട്ടികൾ കാണണ്ട, മതിലിനപ്പുറം കൊണ്ടിട്ട് അറുക്കൂ. അദ്ദേഹം അങ്ങനെ ചെയ്തു. അറുത്തുകൊണ്ടിരിക്കെ മതിലിന്മേൽ ഒരാട് ചാടിക്കയറുന്നത് കണ്ടു. അത് എൻ്റെ അടുത്തേക്ക് ചാടിയപ്പോൾ ഞാൻ കരുതി അറുക്കുന്ന ആട് കുതറി വന്നതാണെന്ന്. ഞാൻ നോക്കുമ്പോൾ അതിനെ അറുത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഇതാ ഇവിടെ ഒരാട്, ഇതെന്ത് അത്ഭുതം. ഭർത്താവ് പറഞ്ഞു, അത് അള്ളാഹു നമുക്ക് പ്രത്യേകം സമ്മാനിച്ചതാവാം. ഞങ്ങൾ അതിനെ കറന്നു നോക്കുമ്പോൾ തേനും പാലും. കണ്ണു ചിന്നി. അതിഥിയെ ആദരിച്ചതിന് അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ കൂലിയാകാം എന്ന് ആ സ്ത്രീ അവരുടെ കഥ പറഞ്ഞു തീർത്തു. അതിഥികളെ സൽക്കരിക്കുക എന്നതും തൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും വരുന്നവരെ മടക്കാതിരിക്കുകയും ചെയ്യുക എന്നത് വലിയ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ ഇടയുള്ള കാര്യമാണ്. അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.